ചണ്ഡികായാഗം എന്ന് പറയുന്നത് മഹാലക്ഷ്മി, മഹാസരസ്വതി, മഹാകാളി ഐക്യരൂപിണിയായിട്ടുള്ള ചണ്ഡികയ്ക്കുള്ള പൂജയും യാഗവുമാണ്. സർവമംഗൾ മാംഗല്യേ ശിവേ സർവാർത്ഥ സാധികേ ശരണ്യേ ത്രയംബകേ ഗൗരി നാരായണീ നമോസ്തുതേ. അതിവിശിഷ്ടമായ അല്ലെങ്കിൽ വളരെ ശ്രേഷ്ഠമായ യാഗമാണ് ചണ്ഡികായാഗം. ചണ്ഡികായാഗം 2 ദിവസങ്ങളായിട്ടാണ് നടക്കുന്നത്. നമസ്തസ്യൈ 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 നമോ നമഃ. യാ ദേവി സർവഭൂതേഷു ചേതനേത്യ വിധീയതേ. ഒന്നാമത്തെ ദിവസം നമ്മുടെ ചണ്ഡികാദേവിയുടെ പൂർണ്ണ പാരായണം, ദേവിയെ മൂർത്തിസ്ഥാപനം ചെയ്ത് ദേവിക്ക് സമ്പൂർണ്ണ പാരായണം, യന്ത്രപൂജയും പാരായണവും കഴിഞ്ഞ് വൈകിട്ട് അതിവിശിഷ്ടമായ ചതുഷ്ഷഷ്ടി കോടി യോഗിനികൾക്കും ചതുഷ്ഷഷ്ടി ഭൈരവന്മാർക്കുമുള്ള ഗതിയാണ്. രണ്ടാമത്തെ ദിവസം ഇതേ കാര്യങ്ങളെ കൊണ്ട് ദേവി മഹാത്മ്യത്തിലെ 700 മന്ത്രങ്ങളെ കൊണ്ടും അതിൻ്റെ അംഗങ്ങളെ കൊണ്ടുള്ള ദേവിക്കുള്ള യാഗമാണ്, ഹോമമാണ്. ഗണപതി ഹോമം, മൃത്യുഞ്ജയ ഹോമം, ഗായത്രി ഹോമം, സുദർശന ഹോമം, ധന്വന്തരി ഹോമം, സന്താന ഗോപാല ഹോമം, വിദ്യാഗോപാല ഹോമം തുടങ്ങി നക്ഷത്ര ഹോമം, നവഗ്രഹ ഹോമം തുടങ്ങിയ എല്ലാ ഹോമങ്ങളോടും കൂടി രാവിലെ ചണ്ഡികാ യാഗം ആരംഭിക്കും. വൈകിട്ട് നവകന്യകാ പൂജ, വടുക പൂജ, സുവാസിനി പൂജ, മഹാപൂർണാഹുതി ഏറ്റവും അവസാനം. നമസ്തസ്യൈ 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 നമോ നമഃ. യാ ദേവി സർവഭൂതേഷു ശക്തിരൂപേണ സംസ്ഥിത. ഈ യാഗത്തിൻ്റെ ഭാഗമാവുക എന്നുള്ളത് പരമഭാഗ്യമാണ്. ആ യാഗത്തിൻ്റെ ഭാഗമാവുന്നതോടുകൂടി നമ്മുടെ ജീവിതത്തിൽ വലിയ പുണ്യം ഉണ്ടാകുന്നൊരു കാര്യമാണ്. നമ്മുടെ ദുരിതങ്ങളൊക്കെ മാറി ഒരുപാട് ഭാഗ്യമുണ്ടാവാനും പുണ്യമുണ്ടാവാനൊക്കെ ഈ ചണ്ഡികായാഗത്തിൻ്റെ ഭാഗമാവുക എന്നുള്ളതാണ്. നമ്മൾക്ക് ചണ്ഡികായാഗം പഠിച്ച് അതിൻ്റെ കൂടെ യാഗത്തിൽ ആചാര്യനായിട്ട് പങ്കെടുക്കാം, യാഗത്തിൻ്റെ യജമാനാവാം, സഹയജമാനാവാം. ഈ പറയുന്ന ധാരാളം വഴിപാടുകൾ ഇവിടെ നടക്കുന്നുണ്ട്. ഈ വഴിപാടുകളുടെ ഭാഗമാവാം. എല്ലാവരെയും യാഗത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. നന്ദി, നമസ്കാരം.